എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ വികസന കേന്ദ്രവും നിലവിൽ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ വികസന കേന്ദ്രവും നിലവിൽ വരുന്നത് കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജ്. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ വികസന കേന്ദ്രവും നിലവിൽ വരുന്നത്. പാർലമെന്റിലെ പ്രവർത്തന മികവിന് സൻസദ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരം 2024 ഫെബ്രുവരിയിൽ ലഭിച്ചത്? പാർലമെന്റിലെ മികച്ച പ്രവർത്തന മികവിന് സൻസദ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരം 2024 ഫെബ്രുവരിയിൽ ലഭിച്ചത് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ MP-ക്കാണ് പാർലമെന്റിലെ പ്രവർത്തന മികവിന് സൻസദ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരം 2024 ഫെബ്രുവരിയിൽ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭ? ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭ 15ാം നിയമസഭ. 15ാം നിയമസഭയാണ് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭ. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവികത്താവളം? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവികത്താവളം INS ജഡായു. INS ജഡായു ആണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവികത്താവളം. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം? 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം അമേരിക്ക. 2024 ഫെബ്രുവരിയിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് അമേരിക്കയിലായിരുന്നു. കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ? കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട്. നിജോ ഗിൽബർട്ടാണ് കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ. മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? പുന്നപ്ര വടക്ക് പറവൂർ. പുന്നപ്ര വടക്ക് പറവൂരിലാണ് മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത്. 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത്? 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത്. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത്? ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത്. വടക്കൻ അറബിക്കടലിൽ ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം? വടക്കൻ അറബിക്കടലിൽ ചരക്കു കപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം മാർക്കോസ്. മറൈൻ കമാൻഡോസ്. മറൈൻ കമാൻഡോസിൻ്റെ ചുരുക്കപ്പേരാണ് മാർക്കോസ് എന്നത്. മാർക്കോസാണ് വടക്കൻ അറബിക്കടലിൽ ചരക്കു കപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം. 2024 38ാമത് മൂലൂർ പുരസ്കാര ജേതാവ്? 2024 38ാമത് മൂലൂർ പുരസ്കാര ജേതാവ് K. രാജഗോപാൽ. K. രാജഗോപാലാണ് 2024 38ാമത് മൂലൂർ പുരസ്കാര ജേതാവ്. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ദുബായ്. ദുബായിൽ വെച്ചായിരുന്നു രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം? സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം.
പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ പാപ്പാൻ. പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ പാപ്പാൻ പാർബതി ബറുവ. പാർബതി ബറുവയാണ് പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ പാപ്പാൻ. 2024 പ്രഥമ ബീച്ച് ഗെയിംസ് ജേതാക്കൾ. 2024 പ്രഥമ ബീച്ച് ഗെയിംസ് ജേതാക്കൾ മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് 2024 പ്രഥമ ബീച്ച് ഗെയിംസ് ജേതാക്കൾ. രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം. രാജ്യത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചി. കൊച്ചിയിലാണ് രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത്. ക്ഷീരോത്പാദന രംഗത്ത് മികച്ച വിജയം കൈവരിച്ച കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന സംസ്ഥാന ക്ഷീരസഹകാരി അവാർഡിന് അർഹനായത്. ക്ഷീരോത്പാദന രംഗത്ത് മികച്ച വിജയം കൈവരിച്ച കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന സംസ്ഥാന ക്ഷീരസഹകാരി അവാർഡിന് അർഹനായത് KB ഷൈൻ. KB ഷൈനാണ് ക്ഷീരോത്പാദന രംഗത്ത് മികച്ച വിജയം കൈവരിച്ച കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന സംസ്ഥാന ക്ഷീരസഹകാരി അവാർഡ് ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര്. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ഡോക്ടർ BR അംബേദ്കർ ഭവൻ. ഡോക്ടർ BR അംബേദ്കർ ഭവൻ എന്നാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വരുന്നത് ഒഡീഷ. ഒഡീഷയിലാണ് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വരുന്നത്. ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2029 വേദി. ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2029 വേദി ബീജിംഗ്. ബീജിംഗ് ആണ് ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2029 വേദി. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്നതിന് ക്വാഡ് ബിൽ 2024 ഫെബ്രുവരിയിൽ പാസാക്കിയ രാജ്യം. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബിൽ 2024 ഫെബ്രുവരിയിൽ പാസാക്കിയ രാജ്യം US ആണ് ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബിൽ 2024 ഫെബ്രുവരിയിൽ പാസാക്കിയത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസ താരം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസ താരം ആൻഡ്രിയാസ് ബ്രെമെ. ജർമ്മനിയുടെ ആൻഡ്രിയാസ് ബ്രെമെയാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസ താരം. കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി. കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകർ. ബിജു പ്രഭാകറാണ് കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായുമാനവർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായുമാനവർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായുമാനവർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലി സാം നരിമാൻ. ഫാലി സാം നരിമാനാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകൻ. ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഏക ബോളിവുഡ് താരം. ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഏക ബോളിവുഡ് താരം ദീപിക പദുകോൺ. ദീപിക പദുകോണാണ് ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഏക ബോളിവുഡ് താരം. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? പത്തനംതിട്ട ജില്ലാ കോടതി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി പത്തനംതിട്ട ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്.
പുതിയ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. പുതിയ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ. വി ഹരിനായരാണ് പുതിയ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം കേശവൻ നമ്പീശൻ. കലാമണ്ഡലം കേശവൻ നമ്പീശനാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതി. ശ്രീപതിയാണ് ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസ താരം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസ താരം മൈക്ക് പ്രോക്ടർ. മൈക്ക് പ്രോക്ടറാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസ താരം. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന സംവിധാനം. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന സംവിധാനം വാട്ടർ ബെൽ. വാട്ടർ ബെല്ലാണ് കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന സംവിധാനം. CBSEയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുന്ന വിദ്യാർത്ഥികളിലെ പഠന നിലവാരം വിലയിരുത്താനുള്ള മൂല്യനിർണ്ണയ സംവിധാനം. CBSEയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുന്ന വിദ്യാർത്ഥികളിലെ പഠന നിലവാരം വിലയിരുത്താനുള്ള മൂല്യനിർണ്ണയ സംവിധാനത്തിൻ്റെ പേര് സഫൽ. സഫലാണ് CBSEയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും നടപ്പാക്കുന്ന വിദ്യാർത്ഥികളിലെ പഠന നിലവാരം വിലയിരുത്താനുള്ള മൂല്യനിർണ്ണയ സംവിധാനം. 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം. 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം കേരളം. കേരളത്തിലാണ് 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ളത്. ഏത് ചരിത്രപരമായ സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടന്നത്? ഏത് ചരിത്രപരമായ സംഭവത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടന്നത്? ആലുവ സർവമത സമ്മേളനം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024 നടന്നത്. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരണ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം. കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരണ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക. കർണാടകയാണ് കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ കിരണ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷ്യവിതരണ സംവിധാനം. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെൽ. ലഞ്ച് ബെല്ലാണ് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം. അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി. അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി പാറമുത്തൻ മുളവാലൻ. പാറമുത്തൻ മുളവാലൻ തുമ്പിയാണ് അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത്. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് പ്രമോജ് ശങ്കർ. പ്രമോജ് ശങ്കറാണ് KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത്. 2024 ഫെബ്രുവരിയിൽ ഗൂഗിൾ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ സ്വതന്ത്ര അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് AI മാതൃക. 2024 ഫെബ്രുവരിയിൽ ഗൂഗിൾ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ ഓപ്പൺ സോഴ്സ് AI മാതൃക ഗെമ്മ. ഗെമ്മയാണ് 2024 ഫെബ്രുവരിയിൽ ഗൂഗിൾ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ ഓപ്പൺ സോഴ്സ് AI മാതൃക. റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ട്. റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച
ChatGPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ട്? ഹനുമാൻ. ഹനുമാനാണ് റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ട്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ സന്തോഷ് ശിവൻ. സന്തോഷ് ശിവനാണ് 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ വാഴയങ്കട വിജയൻ. വാഴയങ്കട വിജയനാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ. ചന്ദ്രോപരിതലത്തെത്തിയ ആദ്യ സ്വകാര്യ പേടകം. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. ഒഡീസിയസ് ആണ് ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. കേരള ടെക്നോളജി എക്സ്പോ KTX 2024 വേദി. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. കോഴിക്കോടാണ് കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി വി ഹെൽപ്പ് പദ്ധതിയാണ് പരീക്ഷാ സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.